എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ടൊമാറ്റോ റൈസാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ചു. അതിനുശേഷം കുറച്ച് ജീരകം ഇട്ടു. അതിന് പുറകെ ഉഴുന്ന് ഒക്കെ വളരെ കുറച്ച്. പിന്നെ നമ്മൾ സാമ്പാർ പരിപ്പാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ച് സാമ്പാർ പരിപ്പും നമ്മളിതിൽ ആഡ് ചെയ്തു. പിന്നെ നമ്മുടെ കപ്പലണ്ടി, പച്ച കപ്പലണ്ടിയാണ്, അത് നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 വറ്റൽമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഒക്കെ ഒന്ന് ഒരു പാകാവുന്നത് വരെ. ഇനി നമ്മളിതിൽ ആഡ് ചെയ്യുന്നത് സവാളയാണ്. ഒരു വലിയ സവാളയാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളായിട്ട് അത് അരിഞ്ഞെടുക്കണം. അതിനുശേഷം നമ്മൾ ഒരു പച്ചമുളക് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു ചെറുതീയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം, സവാളയുടെയൊക്കെ ആ കളർ മാറുന്നത് വരെ. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് തക്കാളിയാണ്. ഒരു വലിയ തക്കാളി തന്നെയാണ് നമ്മളിതിലേക്ക് എടുത്തിരിക്കുന്നത്. നമുക്കിതൊക്കെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ പാകത്തിന് കുറച്ച് ഉപ്പ്. ഈ ടൊമാറ്റോ റൈസ്, അതേപോലെ തന്നെ തൈര് സാദം, ഇതൊക്കെ കല്യാണത്തിന് ശേഷമാണ് ഞാൻ കഴിച്ചിരിക്കുന്നത്. കാരണം അവർക്ക് വൈഫിൻ്റെ വീട്ടിൽ തമിഴ്നാട് ആയിട്ട് കുറച്ച് ബന്ധമൊക്കെ ഉണ്ട്. പിന്നെ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. നമ്മൾ ഇപ്പോൾ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്, അതേപോലെ മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി. ഒക്കെ വളരെ കുറവ് മതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറവ് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ മാത്രമല്ല, നമുക്ക് എരിവൊക്കെ അതിനനുസരിച്ച് കൂടുതൽ വേണ്ട ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവ് കൂടുതൽ ആഡ് ചെയ്യാം. ഇതിപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കേണ്ട കാര്യം നമ്മൾ വളരെ കുറച്ച് മാത്രമേ എല്ലാം ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മളിതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം അതുകൂടിയും ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇത് പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് അധികം സമയമൊന്നും ആവശ്യമില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സംഭവമാണ് ഈ ടൊമാറ്റോ റൈസ്. അപ്പോൾ നമ്മുടെ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചോറ് ആഡ് ചെയ്യാം. നമ്മൾ ഈ പൊന്നരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ചോറ് ആഡ് ചെയ്തതിന് ശേഷം ഇതൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ മിക്സിങ്ങിലാണ് കാര്യം ഇരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മസാല നമുക്ക് എല്ലാ ഭാഗത്തേക്കും എത്തണം. ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് അപ്പുറത്തൊരു സംഭവം അപ്പുറത്തെ അടുപ്പിലിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പുറത്തെ സംഭവം എന്ന് പറയുന്നത് ആവോലി, നല്ല ആവോലി കിട്ടി. നമ്മുടെ വടക്കാഞ്ചേരി അടുത്ത് തന്നെ മുള്ളൂർക്കര എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് നമുക്ക് ഈ സംഭവം കിട്ടിയത്. അവിടെ അത്യാവശ്യം നല്ല മീനുകൾ കിട്ടും. ഈവനിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മീനും ഇതൊക്കെ റെഡിയായി. ഇനി നമ്മളിത് കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിന് മുൻപും കഴിച്ചിട്ടുണ്ട്. അത് സംഭവം അടിപൊളിയാണ്. അതിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷ് കൂടി മതി. അടിപൊളി, വേറെ ഒന്നും വേണ്ട. നമുക്ക് പിന്നെ പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. പ്രത്യേകിച്ച് ഇതേപോലെ
ഫിഷ് ആണെങ്കിലും ഫിഷ് ഫ്രൈ ആണെങ്കിലും പിന്നെ അതേപോലെ തന്നെ ചിക്കൻ അങ്ങനെ സംഭവങ്ങളൊക്കെ ഫ്രൈ ആണെങ്കിലും എന്ത് സംഭവമാണെങ്കിലും ഇതിൻ്റെ കൂടെ കഴിച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. നല്ല ടേസ്റ്റാണ് സംഭവം കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.